ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പറഞ്ഞിരുന്നത്? SSS തിയറവും അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് പ്രോബ്ലങ്ങളും ഒക്കെ ആയിരുന്നു നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിന് മുമ്പ് നമ്മൾ 3 തിയറങ്ങളും ഏതൊക്കെ ഒന്നുകൂടെ ഓർത്ത് നോക്കി. SSS തിയറം, SAS തിയറം, ASA തിയറം. ഇത് 3 നമ്മൾ നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു SSS തിയറം? ഒരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സും മറ്റൊരു ട്രയാങ്കിളിൻ്റെ 3 സൈഡ്സുമായിട്ട് ഈക്വൽ ആണെങ്കിൽ ആ 2 ട്രയാങ്കിൾസ് ഈക്വലാണ്. അടുത്തത് SAS ആയപ്പോഴോ 2 സൈഡും അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണെങ്കിൽ 2 ട്രയാങ്കിൾസും ഈക്വലാണ്. അതാണ് SAS. ഇനി ASAയോ 2 ആംഗിളും കോമൺ സൈഡും ഒരു ട്രയാങ്കിളിൻ്റേത് മറ്റൊരു ട്രയാങ്കിളിൻ്റേതുമായിട്ട് ഈക്വൽ ആണെങ്കിൽ 2 ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസാണ്. അതാണ് 3. ഇനി നമുക്ക് ടെക്സ്റ്റിലെ അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. ഇവിടെ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 2 ട്രയാങ്കിൾസ് വീതം കൊടുത്തിട്ടുണ്ട്. ആ ട്രയാങ്കിൾസിൽ ഫസ്റ്റ് ട്രയാങ്കിളിലെ ആംഗിളിന് ഈക്വലായിട്ടുള്ള ആംഗിൾസ് സെക്കൻഡ് ട്രയാങ്കിളിൽ നിന്ന് കണ്ടുപിടിക്കുക. നമുക്ക് ആംഗിൾസ് ഈക്വൽ ആവണമെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞു. എപ്പോഴാണ് ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ അവയ്ക്ക് ഈക്വലായിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റായിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആകും. അപ്പോൾ ട്രയാങ്കിൾ ഈക്വൽ ആണെന്ന് പറയാൻ എന്താണ് മാർഗം? അതാണ് നമുക്ക് നോക്കാം. അപ്പം നോക്കിക്കേ, ഇവിടെ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ PQR. ഈ 2 ട്രയാങ്കിളിന് എന്ത് പ്രത്യേകതയാണ് ഉള്ളത്? AC എന്ന സൈഡും PQ എന്ന സൈഡും 7 സെൻറ്റിമീറ്ററാണ്. അത് 2 ഈക്വലാണ്. AB എന്ന സൈഡും QR എന്ന സൈഡും 3 സെൻറ്റിമീറ്ററാണ്. അതും ഈക്വലാണ്. ആംഗിൾ A ഇസ് ഈക്വൽ ടു ആംഗിൾ Q ഇസ് ഈക്വൽ ടു 40 ഡിഗ്രി. അപ്പോൾ ഇവിടെ നമുക്ക് നമ്മൾ നേരത്തെ കഴിഞ്ഞ പ്രോബ്ലങ്ങൾക്കകത്തിൽ 3 സൈഡുകൾ ഈക്വലാണെന്ന് പറഞ്ഞു. ഇവിടെ 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വലാണ്. 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ ട്രയാങ്കിൾസ് ഈക്വൽ ആണെന്ന് നമുക്ക് പറയാം. ഇത് ഏത് തിയറം വെച്ചിട്ട്? SAS തിയറം വെച്ചിട്ട്. 2 സൈഡ് ആംഗിൾ സൈഡ്. ഇപ്പോൾ 2 സൈഡും അവയ്ക്ക് ഇടയ്ക്കുള്ള ആംഗിൾ തന്നെ വേണം, ഏതെങ്കിലും ആംഗിൾ അല്ല. 2 സൈഡും ഇൻക്ലൂഡഡ് ആംഗിളും. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ സൈഡ്സ് ഈക്വലാന്ന് തന്നിട്ടുണ്ട്, ആംഗിൾ ഈക്വൽ. അത് ഇത്രയും ഗിവൺ ഫാക്റ്റാണ്. 2 സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ആർ ഈക്വൽ. ഈ 2 ട്രയാങ്കിളിൽ എന്താണ്? 2 സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. therefore the triangles are equal. ഏത് തിയറം വെച്ചിട്ടാ? ട്രയാങ്കിൾ ABC ഈക്വൽ ട്രയാങ്കിൾ PQR. ഏത് തിയറം? SAS. When triangles are equal, angle opposite to equal sides are equal. Therefore, angle B is equal to angle R. Angle B കണ്ടോ, 7 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ്. ഇവിടുത്തെ 7 സെൻറ്റിമീറ്റർ ഓപ്പോസിറ്റ് R. അപ്പോൾ ആംഗിൾ ബിയും ആംഗിൾ ആറും ഈക്വൽ ആണ്. പിന്നെ 3 സെൻറ്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ സിയും ആംഗിൾ പിയും ഈക്വൽ ആണ്. ഇനിയും ആംഗിൾ A ഇസ് ഈക്വൽ ടു ആംഗിൾ Q 40 ഡിഗ്രി നമുക്കുണ്ട് അല്ലേ? അപ്പോൾ അതുകൊണ്ട് തന്നെ 3 ആംഗിൾസ് ഈക്വൽ ആയിട്ടുള്ള 3 പേർ ആംഗിൾസ് നമുക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. അത് ഇതേപോലെയുള്ള ഇതേ സെയിം പാറ്റേണുള്ള ക്വസ്റ്റ്യനാണ്. ഇവിടെയും LN എന്ന് പറയുന്ന സൈഡും XZ എന്ന് പറയുന്ന സൈഡും 4 സെൻറ്റിമീറ്റർ ആണ്. LM എന്ന് പറയുന്ന സൈഡും YZ എന്ന് പറയുന്ന സൈഡും 6 സെൻറ്റിമീറ്റർ ആണ്. ആംഗിൾ Lഉം ആംഗിൾ Zഉം 50 ഡിഗ്രിയാണ്. അപ്പോൾ 2 സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളും ഇവിടുത്തെ 2 സൈഡ്സ് ഇൻക്ലൂഡഡ് ആംഗിളുമായിട്ട് ഈക്വലാണ്. അപ്പോൾ ട്രയാങ്കിൾ LMN, ട്രയാങ്കിൾ XYZ ഇവിടെ രണ്ടും 2 സൈഡ്സ് ആൻഡ് ഇൻക്ലൂഡഡ് ആംഗിൾ ആർ ഈക്വൽ. therefore the 2 triangles are equal. 2 sides and included angle are equal. therefore ഏതൊക്കെ ട്രയാങ്കിളാ? ട്രയാങ്കിൾ LMN is equal to ട്രയാങ്കിൾ XYZ. അതിൻ്റെ കാരണം എന്താ? SAS തിയറം. SAS തിയറം വെച്ചിട്ട് ഇത് രണ്ടും ഈക്വൽ ആകും.
അടുത്തതായിട്ട് വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ, അത് എഴുതിക്കണം. വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. അപ്പോൾ എൽ എം എന്ന് പറയുന്ന സൈഡ് 6 സെൻറ്റിമീറ്റർ ആണ്. അതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ എൻ എന്ന് പറയുന്നത് XYZ-ലെ YZ ആണ് 6 സെൻറ്റിമീറ്റർ. അതിന് ഓപ്പോസിറ്റായ ആംഗിൾ എക്സുമായിട്ട് ഈക്വൽ ആണ്. അതേപോലെ എൽ എൻ എന്ന് പറയുന്ന സൈഡ് 4 സെൻറ്റിമീറ്റർ ആണ്. XZ-ഉം 4 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായ ആംഗിൾ എമ്മും ആംഗിൾ വൈയും ഈക്വൽ ആണ്. ഇനിയും ആംഗിൾ എല്ലും ആംഗിൾ ഇസഡും 50 ഡിഗ്രിയാണ്. അപ്പോൾ അതും ഈക്വലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ എഴുതി ചേർക്കേണ്ടത് വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. സെക്കൻഡ് ക്വസ്റ്റ്യനിൽ AC BE ഈ 2 ലൈൻസ് പാരലാണ് ക്വസ്റ്റ്യന് തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ആ ഫിഗറിനകത്ത് കുറച്ച് മെഷർമെൻറ്റ്സ് ഉണ്ട്. AC എന്ന ലെങ്തും BE എന്ന ലെങ്തും 6 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. AB എന്ന ലെങ്തും BD എന്ന ലെങ്തും 4 സെൻറ്റിമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് BC എന്ന ലെങ്തും DE എന്ന ലെങ്തും ഈക്വൽ ആണെന്നും ഈക്വൽ ആണോ, ആണെങ്കിൽ എന്താണ് റീസൺ, അത് നമ്മൾ പ്രൂവ് ചെയ്യുക. പിന്നെ ഈ 2 ലൈൻസ് പാരലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. നമുക്ക് അറിയാവുന്നത് ട്രയാങ്കിളിൻ്റെ തിയറങ്ങളായ SSS തിയറം, SAS തിയറം, ASA തിയറം ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് 2 ട്രയാങ്കിൾസ് ഉണ്ട്. AC is equal to BE is equal to 6 സെൻറ്റിമീറ്റർ. AB is equal to BD is equal to 4 സെൻറ്റിമീറ്റർ. ഇത് രണ്ടും തന്നിട്ടുള്ളതാണ്. അതായത് ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ BDE ഈ 2 ട്രയാങ്കിൾസിനെ 2 സൈഡ്സ് ഈക്വൽ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. നമുക്ക് അറിയാവുന്ന തിയറങ്ങളിൽ 2 സൈഡ്സ് ഉണ്ടെങ്കിൽ മൂന്നാമത്തെ സൈഡ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ള, അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റത്തില്ല. പിന്നെ പറ്റുന്നത് 2 സൈഡ്സ് ഉള്ളപ്പോൾ അതിൻ്റെ ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആണെന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇൻക്ലൂഡഡ് ആംഗിൾ തന്നിട്ടില്ല. അതിന് പകരം ഒരു കാര്യം അവർ തന്നിട്ടുണ്ട്. എന്താ തന്നിരിക്കുന്നത്? AC ഈസ് പാരലൽ ടു BE. AC പാരലൽ ടു BE ആകുമ്പോൾ AD എന്ന ലൈൻ അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സലാണ്. നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. 2 പാരലൽ ലൈനിനെ ഒരു ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. ഇതാ നോക്കിയേ, ഇങ്ങനെ 2 ലൈന് അതിനെ ഈ ട്രാൻസ്വേഴ്സൽ കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഈ 2 ആംഗിൾസ് കറസ്പോണ്ടിങ് ആംഗിൾസ്. അപ്പോൾ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. ആംഗിൾ CAB ഈസ് ഈക്വൽ ടു ആംഗിൾ EBD. അതിന് റീസൺ കറസ്പോണ്ടിങ് ആംഗിൾസ്. ഇനി അടുത്തത് അപ്പോൾ നോക്കിക്കേ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? 2 സൈഡ്സും ഇൻക്ലൂഡഡ് ആംഗിളും ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ദീസ് 2 ട്രയാങ്കിൾസ് ആർ ഈക്വൽ. ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഇത് വെച്ചിട്ട് SAS തിയറം വെച്ചിട്ട്. വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ സൈഡ് ഓപ്പോസിറ്റ് ടു ഈക്വൽ ആംഗിൾസ് ആർ ഈക്വൽ. 2 ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ആംഗിളിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആണ്. Therefore BC is equal to DE. അതല്ലേ ഫസ്റ്റ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി സെക്കൻഡ് പാർട്ട് എന്താ പറഞ്ഞേക്കുന്നത്? ഈ 2 സൈഡ്സും പാരലാണെന്ന് പ്രൂവ് ചെയ്യാൻ. ഇവിടെയും നമുക്കറിയാം ആംഗിൾ ABC എന്നത് ആംഗിൾ BDEക്ക് തുല്യമാണ്. ഈ 2 ആംഗിൾസ് ഈക്വൽ. അതിന് റീസൺ എന്താ? ദേ ആർ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ്. ഈ 2 ട്രയാങ്കിൾ ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. ഈക്വൽ ട്രയാങ്കിൾസിന് മാത്രമുള്ള പ്രത്യേകതയാണ് വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ. ഈ 2 ട്രയാങ്കിൾസ് ഈക്വൽ ആണ്. 2 ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾസ് ഈക്വൽ ആണ്. Therefore ആംഗിൾ ABC is equal to ആംഗിൾ BDE. ദാ ഈ 2 ആംഗിൾസ് ഈക്വൽ ആയി. അപ്പോൾ ഈ 2 ലൈൻസ്, ഇങ്ങനെ 2 ലൈൻസ് ഉണ്ട്. അതിനെ മറ്റൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഈ 2 ആംഗിൾ ഈക്വൽ എന്ന് പറഞ്ഞാൽ ഇത് കറസ്പോണ്ടിങ് ആംഗിൾസാണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആകുമ്പോൾ ഈ 2 ലൈൻ എന്താകും? ദേ ആർ parallel. That means BC is parallel to
ഡി. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആകുക, കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആകുന്നു. എ ഡി എന്ന ട്രാൻസ്വേഴ്സൽ ബി സി ഡി ഇ ഇവയെ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ബി സി ഈസ് പാരലൽ ടു ഡി ഇ. ഇതാണ് സെക്കൻഡ് പാർട്ട് നമുക്ക് പ്രൂവ് ചെയ്യാം. വെൻ ട്രയാങ്കിൾസ് ആർ ഈക്വൽ, ആംഗിൾ ഓപ്പോസിറ്റ് ടു ഈക്വൽ സൈഡ്സ് ആർ ഈക്വൽ, therefore angle ABC is equal to angle BDE. That is, corresponding angles are equal. That means BC is parallel to DE. ഇനി തേർഡ് ക്വസ്റ്റ്യൻ നോക്കി. അവിടെ ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. എന്താ ക്വാഡ്രിലാറ്ററിൻ്റെ പേര്? ക്വാഡ്രിലാറ്ററൽ ACBD. ACBD എന്ന് പറയുന്ന ഒരു ക്വാഡ്രിലാറ്ററൽ ഉണ്ട്. ഈ ക്വാഡ്രിലാറ്ററലിൽ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണെന്നാണ്? ഒരു പാരലോഗ്രാം ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പം അതിനായിട്ട് നമുക്കിവിടെ രണ്ട് ട്രയാങ്കിൾസ് തന്നിട്ടുണ്ട്. AC is equal to BD, രണ്ടും 6 സെൻറ്റിമീറ്റർ. ഇറ്റ് ഇസ് എ ഗിവൺ ഫാക്ട്. ആംഗിൾ CAB is equal to ആംഗിൾ ABD. ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്, അതും ഗിവൺ ഫാക്റ്റ് ആണ്. ഇനി അടുത്തത് AB എന്ന് പറയുന്ന സൈഡ്, എന്താ സൈഡിൻ്റെ പ്രത്യേകത? ഇറ്റ് ഈസ് ദി കോമൺ സൈഡ് അല്ലേ? ഓക്കെ, AB ഈസ് ദി കോമൺ സൈഡ്. അപ്പോൾ ഈ ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABD, ട്രയാങ്കിൾ ABC, ട്രയാങ്കിൾ ABD, ഈ രണ്ട് ട്രയാങ്കിൾസിലും രണ്ട് സൈഡ്സ്, ACയും BD ഈക്വലാണ്, AB കോമൺ സൈഡാണ്. അപ്പോൾ രണ്ട് സൈഡ്സും അതിന് ഇൻക്ലൂഡഡ് ആംഗിൾ ഈക്വൽ ആയതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ട്രയാങ്കിൾസ്. ഇതാ പറഞ്ഞേക്കുന്നത്, AB is the common side of two triangles. Two sides and included angles of triangle ABC and triangle ABD are equal. Therefore, triangle ABC is equal to triangle ABD. ഏത് വെച്ചിട്ടാ? SAS തിയറം വെച്ചിട്ട്. When triangles are equal, side opposites to equal angles are equal. രണ്ട് ട്രയാങ്കിൾസ് ഈക്വൽ ആകുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ്സ് ഈക്വൽ ആണ്. ദാറ്റ് മീൻസ് ഏതൊക്കെ സൈഡ്സ് ഈക്വൽ ആകും? AD ഈസ് ഈക്വൽ ടു BC. AD ഈസ് ഈക്വൽ ടു BC. അപ്പോൾ ഇവിടെ ADയും BCയും ഈക്വലാണെന്ന് കിട്ടി. ACയും BDയും ഈക്വലാന്ന് തന്നിട്ടുണ്ട്. അപ്പം ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണെന്ന് തന്നിട്ടുണ്ട്, അടുത്ത പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വലാണെന്ന് കിട്ടി. അപ്പോൾ രണ്ട് പെയർ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആയതുകൊണ്ട് ആ ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഇറ്റ് ഈസ് എ പാരലോഗ്രാം. ഇൻ ക്വാഡ്രിലാറ്ററൽ ACBD, two pairs of opposite sides are equal. രണ്ട് പെയർ ഓപ്പോസിറ്റ് സൈഡ്സും ഈക്വൽ ആണ്. Therefore, ACBD is a parallelogram. അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ. ഇവിടെ ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഏത് ട്രയാങ്കിൾ? ട്രയാങ്കിൾ ABC. M എന്ന് പറയുന്ന പോയിന്റ് ABയുടെ മിഡ് പോയിന്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഈ ട്രയാങ്കിൾ ABCയുടെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കുക എന്നാണ് നമുക്ക് ക്വസ്റ്റ്യൻ. അപ്പം ഗിവൺ M ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് AB. M മിഡ് പോയിന്റ് ആയതുകൊണ്ട് AM ഈസ് ഈക്വൽ ടു MB. MC എന്ന് പറയുന്നത് ABക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. ഫിഗറിൽ ഈ സൈൻ കൊടുത്താൽ എന്താ അർത്ഥം? 90 ഡിഗ്രി ആംഗിൾ എന്നർത്ഥം. അപ്പോൾ ഇവിടെ ഈ MC എന്നത് ABക്ക് പെർപെൻഡിക്കുലർ ആണ്. ദാറ്റ് മീൻസ് AMC എന്ന ആംഗിളും BMC എന്ന ആംഗിളും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് 90 ഡിഗ്രി. അപ്പോൾ ഇവിടെ നോക്കിയേ, ഇവിടെ ഈ വലിയ ട്രയാങ്കിളിനെ നമ്മൾ രണ്ട് കൊച്ചു ട്രയാങ്കിൾസ് ആക്കി മാറ്റി. അപ്പോൾ ഈ വലിയ ട്രയാങ്കിളിൻ്റെ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആംഗിൾ A നമുക്കുണ്ട്, ആംഗിൾ B കണ്ടുപിടിക്കുക. ആംഗിൾ C എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിൾസിൻ്റെ രണ്ട് ആംഗിൾസിൻ്റെ സമ്മാണ്. ഒന്നുകിൽ അങ്ങനെ വെച്ച് ചെയ്യാം, അതല്ലെങ്കിൽ ആംഗിൾ Aയും ആംഗിൾ Bയും കിട്ടിക്കഴിഞ്ഞാൽ ആംഗിൾ C കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? 180 നിന്ന് ഇത് രണ്ടും കുറച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇവിടെ നോക്കിയേ, MC എന്ന് പറയുന്നത് കോമൺ സൈഡ് രണ്ട് ട്രയാങ്കിൾ. അപ്പോൾ AM ഇസ് ഈക്വൽ ടു MB. അതിന് കാരണം M ഈസ് ദി മിഡ് പോയിന്റ് ഓഫ് AB. MC കോമൺ സൈഡാണ്. പിന്നെ MC ഇതിന് പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഈ രണ്ട് ആംഗിൾ ഈക്വൽ ആണ്, രണ്ട് 90 ഡിഗ്രിയാണ്. For triangles AMC and triangle
triangles AMC and BMC, two sides and included angles are equal. Therefore, triangle AMC is equal to triangle BMC. SAS theorem. When triangles are equal, angle opposite to equal sides are equal. Triangles equal ആകുമ്പോൾ അതിൻ്റെ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിൾ ഈക്വൽ ആണ്. MC എന്ന് പറയുന്ന സൈഡ് രണ്ടിനും കോമൺ ആയിട്ടുള്ള ഈക്വൽ സൈഡാണ്. അപ്പോൾ അതിന് ഓപ്പോസിറ്റായ ആംഗിൾ എയും ആംഗിൾ ബിയും ഈക്വൽ ആവും. Therefore, angle B is equal to angle A is equal to 50 degree. രണ്ട് ആംഗിളായി. അപ്പം നമുക്ക് മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 നിന്നും ആംഗിൾ എയും ആംഗിൾ ബിയുടെ സം കുറയ്ക്കുന്നതായിരിക്കുമല്ലോ. മൂന്നും കൂടി 180 അല്ലേ ഒരു ട്രയാംഗിളിൽ. അപ്പോൾ അവിടെ നിന്നും ആംഗിൾ C 180 കണ്ടുപിടിക്കാം. ഒന്നുകിൽ അങ്ങനെ ചെയ്യാം, അതല്ല എങ്കിൽ ഈ ട്രയാംഗിൾസിലെ ചെറിയ ആംഗിൾ C എന്ന് പറയുന്നത് നമുക്ക് കണ്ടുപിടിക്കാം. ഇതാ ഇവിടുത്തെ ഈ ആംഗിളും ഈ ആംഗിളും. അപ്പോൾ ഇത് 50, ഇത് 90 ആകുമ്പോൾ ഇത് 40 ആയിരിക്കും. ഇവിടെ 90 50 ആകുമ്പോൾ ഇത് 40 ആയിരിക്കും. ഇതും 40 ഇതും 40. അപ്പോൾ വലിയ ആംഗിൾ C എന്ന് പറയുന്നത് ഇതിൻ്റെ രണ്ടുടെ സം 40 + 40 80. രണ്ടിലേതെങ്കിലും ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. രണ്ടാമത്തതായി ഈ മെത്തേഡ് ആയിരിക്കും എളുപ്പം. ഇതിലും മറ്റേതും കൂടി ഞാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി അടുത്തത് 5th ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിരിക്കുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളത് നോക്കിക്കേ. ABയും CDയും പാരലാണെന്ന് തന്നിട്ടുണ്ട്. M ABയുടെ മിഡ് പോയിൻ്റ് ആണെന്ന്. ഇപ്പം CDയുടെ ലെങ്ത് നമുക്കറിയാം 6 സെൻറ്റിമീറ്റർ നമുക്ക് തന്നിട്ടുണ്ട്. M മിഡ് പോയിൻ്റ് ആണ്. അതിൻ്റെ ABയുടെ ടോട്ടൽ ലെങ്ത് 12 ആകുമ്പോൾ M മിഡ് പോയിൻ്റ് ആകുമ്പോൾ AM-ഉം BM-ഉം 6 സെൻറ്റിമീറ്റർ വീതമാണ്. അപ്പോൾ AM 6 സെൻറ്റിമീറ്റർ, BM 6 സെൻറ്റിമീറ്റർ, CD എന്ന് പറയുന്നത് 6 സെൻറ്റിമീറ്റർ. അപ്പോൾ M is the midpoint of AB. Therefore, AM is equal to MB is equal to 6 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കണ്ടുപിടിക്കാനുള്ളത് അതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഈ 3 ട്രയാങ്കിളിൻ്റെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കണം. സെക്കൻഡ് പാർട്ടിൽ ഇവിടെ 2 ക്വാഡ്രിലാറ്ററൽസ് ഉണ്ട്. AMCD എന്നൊരു ക്വാഡ്രിലാറ്ററലും MBCD എന്നൊരു ഇതൊഴിവാക്കിക്കൊണ്ട് ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററലും ഇതൊഴിവാക്കിയാൽ ഇവിടെ ഒരു ക്വാഡ്രിലാറ്ററലും ഉണ്ട്. അപ്പോൾ ആ 2 ക്വാഡ്രിലാറ്ററലിൻ്റെ പ്രത്യേകത എന്താണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ആ സെക്കൻഡ് പാർട്ട് ആദ്യം ചെയ്യാം. AMCD എന്ന് പറയുന്ന ക്വാഡ്രിലാറ്ററൽ എടുത്താൽ ABCDക്ക് പാരലായതുകൊണ്ട് AM-ഉം CD-യും പാരലായിരിക്കുമല്ലോ. കൂടാതെ AM-ഉം CD-യും ഈക്വലാണ്. അപ്പോൾ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലാകുമ്പോൾ നമുക്ക് ആ ക്വാഡ്രിലാറ്ററലിനെ ഒരു പാരലോഗ്രാം ആണെന്ന് നമുക്ക് പറയാം. അതിൻ്റെ പ്രൂഫൊക്കെ പിന്നുണ്ട്. അപ്പോൾ ഒരു ക്വാഡ്രിലാറ്ററലിൻ്റെ ഒരു പെയർ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആൻഡ് പാരലാകുമ്പോൾ ആ ക്വാഡ്രിലാറ്ററൽ ഒരു പാരലോഗ്രാമാണ്. If one pair of opposite sides of a quadrilateral are equal and parallel, then it is a parallelogram. Therefore, AMCD is a parallelogram. അതേ കേസാണ് ഇവിടെ. MB എന്ന് പറയുന്നതും CD എന്ന് പറയുന്നതും പാരലാണ്, കൂടാതെ ഈക്വലാണ്. അതുകൊണ്ട് MBCD എന്ന് പറയുന്നത് എന്താകും? ഇറ്റ് ഈസ് ഓൾസോ എ പാരലോഗ്രാം. അപ്പോൾ ഈ കിട്ടുന്ന 2 ക്വാഡ്രിലാറ്ററൽസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ദേ ആർ പാരലോഗ്രാംസ്. അടുത്തത് അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തില്ലല്ലോ. നമുക്കറിയാം AMCD എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം ആകുമ്പോൾ പാരലോഗ്രാമത്തെ പ്രത്യേകത അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ A 40 ഡിഗ്രി ആണെങ്കിൽ ഇത് നമുക്ക് ഒരു പാരലോഗ്രാം ആയത് AMCD ഒരു പാരലോഗ്രാം ആയതുകൊണ്ട് നമുക്ക് ഈ ആംഗിളും നമുക്ക് 40 ഡിഗ്രി എന്ന് പറയാം. ഈ ആംഗിൾ 40 ഡിഗ്രി, ഈ ആംഗിളും 40 ഡിഗ്രി. പിന്നെ MBCD എന്ന് പറയുന്നത് ഒരു പാരലോഗ്രാം നമ്മളിവിടെ പറഞ്ഞു. അങ്ങനെയാകുമ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിളായ ആംഗിൾ ബിയും MDC എന്ന് പറയുന്ന ആംഗിളും ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പോൾ ഇത് 60 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിളും 60 ഡിഗ്രി. ഇനി എന്താ ട്രയാംഗിൾ DMC എടുത്തു കഴിഞ്ഞാൽ അതിലെ 2 ആംഗിൾസ് നമുക്കുണ്ട്.
ഇപ്പം മൂന്നാമത്തെ ആംഗിൾ എന്ന് പറയുന്നത് 180 നിന്നും ഇവയുടെ സം കുറയ്ക്കുന്നതാണല്ലോ. അപ്പോൾ DMC എന്ന് പറയുന്ന ആംഗിൾ 80 ഡിഗ്രി എന്ന് കിട്ടും. DMC 80 ഡിഗ്രി എന്ന് കിട്ടും. ഇനിയും നമുക്ക് എന്താ ഉള്ളത്? ട്രയാങ്കിൾ AMDയിലെ ആംഗിൾസ് എല്ലാം കണ്ടുപിടിക്കണം. ഇവിടെ ആംഗിൾ A എന്ന് പറയുന്നത് 40 ഡിഗ്രി എന്നുണ്ട്. ആംഗിൾ AMD എന്ന് പറയുന്നത് ആംഗിൾ MDCക്ക് ഈക്വലാണ്. കാരണം എന്ന് വെച്ചാൽ ഓൾട്ടർനേറ്റ് ആംഗിൾസാണ് ഇത് രണ്ട്. ഇത് പാരലോഗ്രാം അല്ലേ? ഏത് ആംഗിൾ ക്വാഡ്രിലാറ്ററൽ AMCD ഒരു പാരലോഗ്രാം ആണല്ലോ. പാരലോഗ്രാം ആകുമ്പോൾ ഈ പാരലൽ സൈഡ്സിന്, അതായത് ഈ ട്രാൻസ്വേഴ്സിൽ കട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ഇത് രണ്ടും. അപ്പോൾ ഈ ആംഗിൾ 60 ഡിഗ്രി ആകുമ്പോൾ ഈ ആംഗിളും 60 ഡിഗ്രി ആകും. ഇനി ഇതിലെ 3 ആംഗിൾസിൻ്റെ കൂടെ സം എത്രയാ? 180 ഡിഗ്രി. ഒരെണ്ണം 40, ഒരെണ്ണം 60. അപ്പോൾ അടുത്ത എത്ര വരും? ദിസ് ഈസ് 80 ഡിഗ്രി. അടുത്ത ട്രയാങ്കിൾ നോക്കി. ട്രയാങ്കിൾ MBC. ആംഗിൾ B 60 ഡിഗ്രിയാണ്. ആംഗിൾ CMB എന്ന് പറയുന്നതും ആംഗിൾ DCM എന്ന് പറയുന്നത് ഈ രണ്ട് ആംഗിൾസ്, അതായത് ഈ ആംഗിളും ഈ ആംഗിളും, അതും എന്താണ്? ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്. അതായത് MBയും CDയും പാരലാണ്, അതിനെ കട്ട് ചെയ്യുന്ന ട്രാൻസ്വേഴ്സിലാണിത്. അപ്പോൾ കിട്ടുന്ന ഓൾട്ടർനേറ്റ് ആംഗിൾസ് ആണ്, അത് രണ്ടും ഈക്വൽ വരും. അപ്പോൾ ഈ ആംഗിൾ 40 ഡിഗ്രി. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ട്രയാങ്കിൾ MBCയിൽ 2 ആംഗിളുണ്ട്. മൂന്നാമത്തെ ആംഗിൾ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? 180 നിന്നും ഇതിൻ്റെ സം കുറയ്ക്കുക. ഇത് 40 + 60 100 വരും. അത് 180 സബ്ട്രാക്ട് ചെയ്യുമ്പോൾ ഈ ആംഗിൾ 80 ഡിഗ്രി വരും. അപ്പോൾ 3 ട്രയാങ്കിളിലെയും ആംഗിൾസ് എല്ലാം നമുക്ക് കിട്ടി. നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് 1-2 പ്രാവശ്യം ഒന്ന് നോക്കിയിട്ട് വേണം ബുക്കിലോട്ട് എഴുതാൻ. ബാക്കി നമുക്ക് അടുത്ത ദിവസം.